നമസ്കാരം. ഒടുക്കം പിണറായി വിജയനും കൂടി കൈവിട്ടതോടുകൂടി അവസാനവട്ട കളിക്ക് ഒരുങ്ങുകയാണ് PV അൻവർ MLA. കുറച്ചു നാളുകളായി CPM-ന്റെയും നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന അൻവർ ഇപ്പോഴിതാ വീണ്ടും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന അൻവർ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു അൻവർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. CPM-നെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചതിനു പിന്നാലെയാണ് അൻവർ ഇപ്പോൾ ഇതാ അപ്രതീക്ഷിത വാർത്താ സമ്മേളനം വീണ്ടും വിളിച്ചിരിക്കുന്നത്. പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് പാർട്ടി വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടിയുടെ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് അൻവർ വീണ്ടും പരസ്യ വിമർശനത്തിന് ഒരുങ്ങുകയാണ്. അതേസമയം അൻവർ പാർട്ടിയെ ധിക്കരിക്കാൻ തയ്യാറാകുന്നത് മറുകണ്ഠം ചാടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൽ സാധ്യതകൾ തേടുന്നുണ്ട് അദ്ദേഹം. മുൻ പാർട്ടിക്കാരൻ എന്ന നിലയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ കോൺഗ്രസിനും കഴിയില്ല. മാത്രമല്ല KPCC അധ്യക്ഷൻ K സുധാകരനാണ് അൻവറിന്റെ രാഷ്ട്രീയ ഗുരു എന്നത് ഈ സാധ്യതകൾക്ക് ബലമേകുന്നു. പണ്ട് ആര്യാടൻ മുഹമ്മദിനെതിരെ CPM എന്ന പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന അൻവർ കാലം ഇത്ര കഴിഞ്ഞിട്ടും മലപ്പുറത്തെ രാജാവായി തന്നെ തന്റെ തേർവാഴ്ച തുടരുന്നുണ്ടെങ്കിൽ CPM ഭയക്കുന്ന തക്കതായ എന്തൊക്കെയോ അൻവറിന്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളൊന്നും തന്നെ CPM-ഉം സർക്കാരും മുഖവിലേക്ക് എടുത്തില്ല. താനുമായി ഉടക്കിയ ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ പ്രകോപിതനായാണ് PV അൻവർ ശശിക്കെതിരെയും തിരിഞ്ഞത്. ഗുരുതര ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി ജയിക്കാമെന്നായിരുന്നു ആദ്യം കണക്ക് കൂട്ടിയത്. എന്നാൽ പിണറായി വിജയന് വേണ്ടി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വില കുറച്ചു കണ്ടതിൽ അൻവറിന് തെറ്റുപറ്റി. നിലമ്പൂരിൽ ആദ്യ വെടി പൊട്ടിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന് മുന്നറിയിപ്പ് നൽകി തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ അൻവറിന് സർക്കാരിൽ പ്രതീക്ഷ ഏറെയായിരുന്നു. എന്നാൽ 5 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അൻവറിന് കഴിഞ്ഞത്. ശശിയെയും അജിത് കുമാറിനെയും കൈവിടില്ല എന്ന് അപ്പോൾ പിണറായി വിജയൻ കൃത്യമായ സൂചനയും നൽകി. മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിന് പിന്നാലെ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. പകർപ്പ് നൽകിയപ്പോൾ ശശിയുടെ പേരില്ല എന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ കൈകഴുകി. ശശിയുടെ പേരെഴുതി പുതിയ പരാതി നൽകുക മാത്രമല്ല, അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്ത അൻവറിന് എഴുതി കിട്ടിയാൽ എല്ലാം പരിശോധിക്കാമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പിലായിരുന്നു അവസാന പ്രതീക്ഷ. അതും അസ്ഥാനത്താകുന്നതാണ് ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ കണ്ടത്. P ശശിക്കെതിരായ അൻവറിന്റെ പരാതി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വായിക്കുക പോലും ചെയ്തില്ല. P ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമെന്ന വാർത്താ സമ്മേളനം വിളിച്ച് പ്രകീർത്തിച്ച പിണറായി വിജയന്റെ വാക്കുകൾ ഏറെക്കുറെ അതുപോലെ തന്നെ MV ഗോവിന്ദനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറ്റുപാടി. പിന്നാലെ അൻവർ നാവടക്കണം എന്ന മുന്നറിയിപ്പുമെത്തി. പാർട്ടിയും സർക്കാരും ഒരേപോലെ കൈവിട്ട PV അൻവർ ഇടതുപക്ഷത്ത് തുടരണമെങ്കിൽ അല്പം അടങ്ങേണ്ടി വരും എന്നുറപ്പാണ്. എന്നാൽ ഈ കീഴടങ്ങൽ അംഗീകരിക്കാനാവില്ല എന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ വ്യക്തമാക്കുന്നത്. അതേസമയം നിയമസഭ സമ്മേളിക്കാനിരിക്കെ വിവാദം ആളിക്കത്തി പരിക്ക് വഷളാകാതിരിക്കാൻ വൈകാതെ അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാകുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം അജിത് കുമാറിനെതിരെ അൻവർ രംഗത്ത് വന്നിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയടക്കം പുറത്തു വന്നത് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ്. 20-ലധികം ദിവസങ്ങൾക്ക് ശേഷം കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും അൻവർ ആക്രമണം തുടർന്നിരുന്നു. ADGP ക്രിമിനൽ ആണ് എന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കഴിഞ്ഞ ദിവസം അൻവർ പറയുകയുണ്ടായി. അതിനിടെ അൻവർ ഗുരുതര ആരോപണം ഉന്നയിച്ച P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സമീപനമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരസ്യ പ്രതികരണം പാടില്ല എന്ന പാർട്ടിയുടെ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് അദ്ദേഹം ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതോടെ അൻവറിന്റെ അടുത്ത നീക്കം എന്താകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.